സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദമാക്കാൻ ഇടപെടലുമായി ആരോഗ്യവകുപ്പ്. ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകും. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാരൊഴികെയുള്ള ജീവനക്കാർക്കാണ് പരിശീലനം. ഇത് സംബന്ധിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ടി എസ് ഹരീഷ് നൽകും. നമുക്ക് ഹരിയോട് ചോദിക്കാം. ഹരി, ഗുഡ് മോർണിംഗ്. ആരോഗ്യവകുപ്പിനെ പറ്റി നമ്മൾ ഒരുപാട് പരാതികളും പരിഭവങ്ങളും പരാധീനതകളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷെ അതിനിടയിൽ ആശ്വാസം നൽകുന്ന ഒന്നാണിതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലപ്പോഴും പലരുടെയും പരാതിയാണ് ഈ ആശുപത്രിയിലേക്ക് കയറി ചെന്നാൽ സുരക്ഷാ ജീവനക്കാരടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ പെരുമാറ്റമാണ് ഉണ്ടാകുന്നത്. ഒട്ടും രോഗി സൗഹൃദമേ അല്ല എന്ന് പറയാറുണ്ട്. അതിനൊരു മാറ്റം വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ ഹരി? അതെ മോത്തി, ഞാൻ പറഞ്ഞു തുടങ്ങാനിരുന്ന കാര്യമാണ് മോത്തി ഇപ്പോൾ എന്നോട് ചോദിച്ചിരുന്നത്. അതായത് ഈ സുരക്ഷാ ജീവനക്കാരുടെ കാര്യം. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഒരു ഉദാഹരണമായി പറഞ്ഞാൽ എത്ര പേരെന്നറിയോ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ പറ്റി പരാതി പറയുന്നത്. അത് നമ്മൾ ചിലപ്പോൾ മോത്തിയോടും പറഞ്ഞിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ. എന്നോട് ഒരുപാട് പേര് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ട്. കാരണം ആശുപത്രിയിൽ എത്തുന്നവരുടെ മാനസികാവസ്ഥ അവിടെ ആദ്യം കാണേണ്ടത് സെക്യൂരിറ്റിക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ മുന്നിലേക്കാണ് ഇവർ ആദ്യം എത്തുന്നത്. എന്നിട്ട് അപ്പം അകത്തേക്ക് പോകുന്നതിൻ്റെ കാര്യത്തിലായാലും അവിടെ നടക്കുന്ന സേവനങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ പറയേണ്ടത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ജംഗ്ഷനാണ്. പനിക്കാലമാണ്, അത്യാവശ്യം തിരക്കുള്ള സമയമാണ് ജനറൽ ആശുപത്രിയിൽ. ഇപ്പോൾ ഞാൻ ഈ മെയിൻ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ നിൽക്കുന്നുണ്ട്. അകത്തേക്ക് കയറിയാൽ ഓരോരോ ബ്ലോക്കുകളിലും പ്രത്യേകം സെക്യൂരിറ്റി ജീവനക്കാരെ നമുക്ക് കാണാം. അപ്പോൾ ഇവരൊക്കെ രോഗികളോട് സൗഹൃദപരമായി ഇടപെടണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ ഒരു നല്ല തീരുമാനമാണ്, നല്ല നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പക്ഷേ അത് കൃത്യമായി നടപ്പാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇത് ജീവനക്കാർക്ക് നൽകുന്ന നിർബന്ധിത ക്ലാസ്സാണ്. ഡോക്ടർമാർ ഒഴികെയുള്ള മറ്റെല്ലാ ജീവനക്കാരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സെക്യൂരിറ്റിയുടെ കാര്യം പറയുമ്പോൾ ചില ആശുപത്രി മെഡിക്കൽ കോളേജൊക്കെ ചിലപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്നതായിരിക്കും ഈ സെക്യൂരിറ്റി ജീവനക്കാരെ. പക്ഷേ അവരെയും ഈ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ 2 മാസം കൊണ്ട് ഈ ക്ലാസ്സുകളെല്ലാം കംപ്ലീറ്റ് ആക്കി ഒരു സൗഹൃദ അന്തരീക്ഷം ആശുപത്രികളിൽ പിന്നെയുള്ള ദിവസങ്ങളിൽ നടപ്പാക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും ഹരി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വ്യക്തിപരമായി നേരിട്ടും ചില അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ സുരക്ഷാ ജീവനക്കാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. പിന്നെ നഴ്സുമാരോ അറ്റൻഡർമാരോ അടക്കമുള്ള മറ്റു ജീവനക്കാരും ഇത്തരത്തിൽ തന്നെ രോഗി സൗഹൃദമല്ലാതെ അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാർക്ക് സൗഹൃദപരമല്ലാത്ത തരത്തിൽ പെരുമാറുന്നത് കണ്ടിട്ടുണ്ട്. ടി എസ് ഹരീഷാണ് വിശദ വിവരങ്ങൾ നൽകിയത്.